ഇന്ന് നമുക്ക് ഞണ്ട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഞണ്ട്. കാണുമ്പോൾ ഒരു അറപ്പും വെറുപ്പൊക്കെ തോന്നുമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം ഈ ഒരു ചെറിയ ഞണ്ടിനെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ കാലുകളൊക്കെ ആദ്യം ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കണം. ഒന്ന് പിഴുതെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ കാലുകളൊക്കെ പോരും കേട്ടോ. ഇതിന് ശേഷം ഇതിൽ ഏറ്റവും വലിയ ഞണ്ടിനെ കൂടെ ക്ലീൻ ചെയ്യുന്നത് കാണിക്കാം. ഇനി കാലുകളൊക്കെ എടുത്തതിന് ശേഷം ഈ ഒരു പള്ള ഭാഗത്ത് നിന്ന് ഈ ഒരു പൊന്തി നിൽക്കുന്ന ഈ ഒരു തൊലി ഇങ്ങനെ അടർത്തിയിട്ട് ആ പുറന്തോടൊന്ന് മാറ്റിയെടുക്കണം. പിന്നെ നമ്മൾ ഇതിലുള്ള ഈ ഒരു മഞ്ഞ സാധനം ഇത് എടുക്കുന്നവരും ഉണ്ട്. ഇത് ഞണ്ടിൻ്റെ പൊന്ന് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുക്കാറില്ല. അപ്പോൾ അതൊക്കെ മാറ്റണം. പിന്നെ ഇതിൻ്റെ സൈഡിൽ ചെകിളപ്പൂക്കൾ പോലെ ഒരു വൈറ്റ് കളറിൽ ഒരു സംഭവമുണ്ട്, അതും എടുത്ത് മാറ്റണം. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കത്തിയൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കഴുകുമ്പോൾ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു വട്ടെങ്കിലും ഞണ്ടിനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങി കഴിക്കണം കേട്ടോ. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടുക. ഇതിന് സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു പള്ളഭാഗത്തുള്ള ഇതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കാലിൻ്റെ ഇറുക്കുന്ന ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് 2 പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ മാറ്റിയെടുക്കാം. ഇനി ഇതിൽ ഏറ്റവും വലിയ ഒരു ഞണ്ടിനെ കൂടെ ഞാൻ ക്ലീൻ ചെയ്യുന്നത് കാണിക്കാം. കണ്ടോ, ഇതിൻ്റെ കാലുകളൊക്കെ ആദ്യം ഇതേപോലെ അടർത്തി മാറ്റിയെടുക്കണം. ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ വലുപ്പം എത്ര നല്ലേ. ഇതുകൊണ്ടാണ് നമ്മൾ ഇറുക്കുന്നത്, ഈ മുന്നിലുള്ള ഇതുകൊണ്ട്. പിന്നെ അത് നമ്മൾ കാലുകൾ മുഴുവനായിട്ടും ഇങ്ങനെ അടർത്തി മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതിൻ്റെ പള്ളഭാഗം നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇവിടെ അങ്ങോട്ട് പൊളിച്ചിട്ട് ഈ പുറന്തോടെ മാറ്റിയെടുക്കുക. ഇത് അത്യാവശ്യം വലുപ്പമുള്ളതായിരുന്നു. കണ്ടില്ലേ, ഇതുപോലെ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഈ 2 സൈഡിലുള്ള ഈ ചെകിളപ്പൂക്കൾ പോലുള്ള സാധനവും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അവിടെ ക്ലീൻ ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യരുത്, അപ്പോൾ അതിൻ്റെ മാംസമുള്ള ഭാഗമൊക്കെ പോവും. അപ്പോൾ ഇതാ ഇതുപോലെ ക്ലീൻ ചെയ്യുക, എന്നിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഞണ്ടിനെ വൃത്തിയാക്കുന്നത്. കണ്ടില്ലേ, ഇത് കഴുകും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിൽ കത്രിക ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഞണ്ടിനെ ക്ലീൻ ചെയ്യാനായിട്ട്. കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുക എന്നൊക്കെ. അപ്പോൾ ഒരു പണിയുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങിയിട്ട് കഴിച്ച് നോക്കണം. ഇത് ഫ്രൈ ചെയ്യുന്ന വീഡിയോ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാം. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെടാൻ ലൈക്കും കൂടെ കൊടുത്തേക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.